ആരൊക്കെയാണ്? ഡ്രസ് കണ്ടിട്ട് ഒരു സ്കിറ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങോട്ട് നോക്ക്. ഇതാരിത്? ഇങ്ങോട്ട് നോക്ക്. അയ്യോടാ ഒന്ന് ക്ലോസ് കാണിച്ചേ. എന്റെ പല്ലില് വരെ പെയിന്റ് അടിച്ചു വെച്ചിരിക്കുക അല്ലേ? അപ്പൊ ചായ കുടിക്കാൻ പറ്റിയില്ല. ഇതൊരു ചെറിയ ഒരാള്. ഓക്കെ, അപ്പൊ എന്താ നിങ്ങളുടെ ഇംഗ്ലീഷ് സ്കിറ്റ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ കഥാപാത്രം എന്താ? ഞങ്ങള് തെരുവിലെ കുട്ടികളാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കിറ്റിൻ്റെ തീം എന്ന് പറയുന്നത് ഈ ചെറിയ കുട്ടികൾ എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ മതം അതൊന്നും ഉണ്ടാവില്ലല്ലോ. അവർ നിഷ്കളങ്കമായ കുട്ടികളായിരിക്കും. പക്ഷെ മുതിർന്നവരെന്താ, അവരുടെ മനസ്സിലേക്ക് ഇന്ന ജാതിയാണ്, ഇന്ന ജാതി നിങ്ങൾ കൂട്ടുകൂടാൻ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് അവരുടെ പല രീതിയിൽ വിഭാഗീയതയായി പോകും. അവരുടെ മനസ്സിലേക്ക് അത് ഇൻജക്ട് ചെയ്ത് അവരുടെ മനസ്സിന് വിഷം നിറയ്ക്കും. പക്ഷെ നമ്മൾ യുവതലമുറ അതിനെല്ലാം അതിജീവിച്ച് മുന്നോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻ വിദേശ രാജ്യങ്ങളിലേക്ക് പോയി രക്ഷപ്പെടണം. അങ്ങനെയല്ല അല്ലേ യുവതലമുറ? കൊച്ചു മര്യാദക്ക് ഇതിന്റെ ഒരു തീം പറഞ്ഞോണ്ട് ഞാനും മര്യാദക്ക് തന്നെ പറഞ്ഞത്. നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഇതെല്ലാം മറന്ന് ഒന്നിച്ച് നിൽക്കണം. അതെ, ഞാൻ ചോദിക്കട്ടെ, 8ാം ക്ലാസ് തന്നെയാണോ? അല്ല, എത്ര ക്ലാസ്സാ? 9th സ്റ്റാൻഡേർഡ്. അയ്യോ, ചെറിയ വാവ പോലെ ഉണ്ടല്ലേ. നിങ്ങള് ഫസ്റ്റ് ടൈം ആണോ സ്കിറ്റ്, ഇംഗ്ലീഷ് സ്കിറ്റ് ആയിട്ട് സ്റ്റേറ്റ് ലെവലില്? അല്ല, ഇവരെവിടെ സ്ഥലം എവിടെയാ? പാലക്കാട്. ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നണേ പോയിന്റിലൊക്കെ മാറി മറിഞ്ഞ അവസാനം പാലക്കാട് കപ്പ് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. പാലക്കാട് കപ്പെടുക്കോ? ഉറപ്പായിട്ട് ഞങ്ങൾ കണ്ടുപോയിരിക്കും. അല്ല, കഴിഞ്ഞ ഭയങ്കര സപ്പോർട്ടാണ്. ഓഡിയൻസ് വരെ പാലക്കാടിനെയാണ് സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, കഴിഞ്ഞ വർഷം പാലക്കാട് ഒരു പോയിന്റിനാണ്. തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു നഷ്ടമായിരുന്നു അത്. പക്ഷെ അങ്ങനെ സങ്കടം തൃശ്ശൂർ മുമ്പിലായത്. അല്ല, അവരുടെ മുന്നിൽ വെച്ച് പറയാൻ പറ്റൂലല്ലോ. അതാണ് ആ ഒരു പോയിന്റ് എന്തായാലും ഞങ്ങൾ ഈ വർഷം എടുത്തിരിക്കും. അടിപൊളി. അപ്പൊ നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. നമുക്കൊന്ന് കാണാം. This is the exact location. So this location is good, but the place is very dirty. Blah. Let's cover it up just like how we did in Delhi. Oh, Delhi! G20 summit. Nice idea. What are they doing here? Shooting. Yes, shooting. Shooting. Tattoo here. Yes, here. And you all are the actors. Actors. Finally, we are movie stars. Salar Elias Check. Central CBS. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം പ്ലീസ്. സൂപ്പർ. ആ ലാലേട്ടനെ കാണിച്ചല്ല അതിനിടയില്, ഒന്നുകൂടെ കാണിച്ചേ. അടിപൊളി അടിപൊളി. പൊളിച്ച്. ലാലേട്ടൻ ഇവിടെ വരുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ അല്ലേ? ഞായറാഴ്ച സമാപന സമ്മേളനത്തിൽ 4 മണിക്ക് മോഹൻലാൽ ആണ് വിശിഷ്ടാതിഥിയായിട്ട് പങ്കെടുക്കുന്നത്. എല്ലാവരും ഉണ്ടാവില്ലേ? ഓക്കെ, ഇത് അധികം പറയണ്ട. അതിടയ്ക്ക് പറയണം. അധികം പറഞ്ഞ എല്ലാരും വരില്ലേ? എല്ലാവരും വരണം. അപ്പൊ അവിടെ നിൽക്കാൻ അവിടെ എല്ലാവർക്കും നിൽക്കാൻ സ്ഥലം ഉണ്ടാവില്ല. കുറെ പേര് ഇവിടെ വന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണും. എങ്ങനെയുണ്ട് ബുദ്ധി? ഓക്കെ, എന്തായാലും ഇവര് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞങ്ങള് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിട്ട് BSS ഗുരുകുൽ എന്ന സ്കൂളാണ് പാലക്കാട് ജില്ലയ്ക്ക് വേണ്ടിട്ട് മത്സരിക്കാൻ വന്നിരിക്കുന്നത്. നേരത്തെ പൂരക്കളി അവതരിപ്പിച്ചതും സെയിം സ്കൂളാണ്. അതെ, ഞങ്ങള് ഇപ്പൊ എന്താണ് 13ാമത്തെ വർഷമാണ് ഞങ്ങള് കപ്പടിക്കാൻ പോകുന്നത്. എന്തായാലും ഞങ്ങൾ അടിച്ചിരിക്കും. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. നല്ലൊരു കൈയ്യടി നമുക്ക് കൊടുക്കാം. കഴിഞ്ഞ 12 വർഷവും ഞങ്ങൾക്ക് തന്നെയാണ് കപ്പ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. അപ്പൊ ഈ വർഷവും ഞങ്ങൾക്ക് തന്നെ കിട്ടുന്ന നല്ല പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ ആ ഒരു ആഗ്രഹം പോലെ തന്നെ നമുക്ക് എന്താ നടക്കാന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അല്ലേ? എല്ലാവരും എല്ലാം മിടുക്കികളാണ്, എല്ലാ ജില്ലകളും അടിപൊളിയായിട്ടാണ്. പക്ഷെ മത്സരത്തിന്റെ അവസാനം ഒരാൾക്ക് എന്തായാലും കപ്പ് കിട്ടുമല്ലോ, വെയിറ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സ്നേഹോപഹാരം ഡോക്ടർ റാണി മേനോൻസ് ഐ വിഷൻ ഹോസ്പിറ്റൽ സമ്മാനിക്കുന്ന ഒരു മെമന്റോ
ടോട്ടൽ ടീമിന് വേണ്ടി. അതെ. ഒപ്പം ഓരോരുത്തർക്കും ഓരോ മെഡലും അതെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സമയത്ത് ഡോക്ടർ റാണി മേനോൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ സമ്മാനിക്കുന്ന മൊമെന്റോ താങ്ക് യു ഒപ്പം സോ മച്ച്. മെഡലുകളും. താങ്ക് യു. ബൈ ബൈ. ഇനി